വായമൂട് പാക്കര. പാക്കരാന്ന് വിളിക്കരുത്. പട്ടാള മേധാവികൾ എന്നെ വിളിക്കുന്നതേ നിങ്ങളും വിളിക്കാവൂ. നായർ സാബ്. വിവരങ്ങളെല്ലാം സ്വലേ അറിയിച്ചു കാണുമല്ലോ അല്ലേ? ജി സാബ്, ഞാനൊരു ഓപ്പറേഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഹിസ്റ്ററിയും ബയോളജിയും എല്ലാം പഠിച്ചിരിക്കും. മനസ്സിലായില്ലേ? ജനറൽ സയൻസും സാമൂഹ്യ പാഠവും പഠിച്ചിട്ട് പുള്ളി തുടങ്ങുമെന്ന്. ഇന്ന് മുതൽ ഓപ്പറേഷൻ ആരംഭിക്കാം. ഓപ്പറേഷൻ നടത്താം. ഇതെന്താ ആശുപത്രി? സാരല്ല സാബ്, ഇന്നു മുതൽ എന്റെ മകളുടെ സംരക്ഷണം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ജീൻ സാബ്, ഇന്നു മുതൽ ഈ വീടും അങ്ങയുടെ മകളും എന്റേതായിരിക്കും. അല്ല, എന്റെ സംരക്ഷണത്തിലായിരിക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ? രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണോ? രക്ഷപ്പെട്ടു. ഇത്രയ്ക്ക് മെലിഞ്ഞവരെ പട്ടാളത്തിൽ എടുക്കുവോ? ന്യായമായ സംശയം സാർ. അമിതാഭ് ബച്ചന്റെ പൊക്കവും അംജദ് ഖാന്റെ തടിയുമായിട്ടാണ് ഞാൻ പട്ടാളത്തിൽ ചേരുന്നത്. പട്ടാള ക്യാമ്പിൽ വെച്ച് എനിക്ക് കൊക്കോ പുഴു വന്നിട്ട് പോലും എന്റെ തടി കുറഞ്ഞില്ല. അവസാനം പാകിസ്ഥാൻ ബോർഡറിലുള്ള കമ്പിവേലികൾ നുഴഞ്ഞു കയറാനുള്ള ദൗത്യം എനിക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. 2 കൊല്ലം പട്ടിണി കിടന്ന് ഞാൻ വണ്ണം കുറച്ച വേലി നീണ്ടു കയറി. അതോടെ വിശിഷ്ട സേവനത്തിലുള്ള സ്വർണ്ണ മെഡൽ തരാമെന്ന് പറഞ്ഞ് എന്നോട് വീട്ടിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. എവിടെ ആയാലും എന്താ, എനിക്ക് ആരെങ്കിലും സേവിച്ചാൽ മതി. മകളെ വിളിക്കൂ സാർ. മോളെ സുനന്ദേ. പാക്കര, വേലി തന്നെ വിള തിന്നല്ലേ. എവിടെയോ കണ്ടു മറന്ന മുഖം. കാശ്മീർ താഴ്വരയിൽ തുണി അലക്കിക്കൊണ്ട് നിന്നപ്പോഴോ അതോ പട്ടാള ക്യാമ്പിൽ പാത്രം കഴിക്കൊണ്ട് നിന്നപ്പോഴോ ഈ മുഖം അതിലെ കടന്നു പോയതുപോലെ തോന്നുന്നു. കുട്ടി പേടിക്കണ്ട. എന്തു തന്നെ ആയാലും കുട്ടിയെ ഞാൻ സംരക്ഷിച്ചോളാം. ധീരതയ്ക്ക് അവാർഡ് വാങ്ങിയിട്ടുള്ള നായർ സാബാണ് ഈ പറയുന്നത്. എന്താ ഇത്? അമ്പലത്തിൽ വെടിപൊട്ടിയതാ. ഞാൻ വിചാരിച്ചു 3-4 ലോകം ആയുധം തുടങ്ങിയെന്ന്. തത്ത, പക്ഷിശാസ്ത്രം ഇതൊക്കെ വെറും ചീപ്പ് നമ്പറല്ലേ അച്ഛാ? അല്ല, അച്ഛന്റെ സ്റ്റാൻഡേർഡ് ഓക്കെ. പിന്നെ ഞാൻ അവിടെ ചെന്ന് പറയേണ്ടതൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങൾക്ക് ഓർമ്മ അങ്ങോട്ട് പറഞ്ഞാൽ മതി. പിന്നെ നീ അവിടെ എങ്ങനെയാ കേറാൻ പോകുന്നേ? നേരെ അങ്ങോട്ട് കയറി ചെന്നാ പോരെ? അയ്യോ വിവരം കെട്ടവനെ, നീ പറമ്പിക്കടെ പോയിട്ട് മതിലിയാണ്, എന്നിട്ട് റോഡേ വന്നിട്ട് പ്രധാന ഗേറ്റ് കൂടെ അകത്തോട്ട് കയറാം. എടാ നീ കൊളവാക്കരുത്. അച്ഛൻ ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് കൊള വന്ന പേടി. ഒന്നും ആത്തില്ല. പൊയ്ക്കോ. பார்க்கலாம், கிளி ஜோசியம் பார்க்கலாம். அம்மா, முகலட்சணம் பார்த்து சொல்லாமா? ஒண்ணும் வேண்டாம், அப்படி சொல்ல கூடாதம்மா. ஸ்நேகத்தில் இருக்கிற அயல்கார் சண்டை போட்டது உங்க முகத்தை பார்த்தா தெரியும். நான் சொல்றது சத்தியமா இருந்தா மட்டும் எனக்கு காசு கொடுத்தா போதும் அம்மா. அம்மா, உங்களை சொல்லி ஒரு பாவம் மனுஷன் நீரி நடக்குന്നുണ്ട്. உங்க கல்யாண விஷயம் ஒரு പ്രശ്നമായിട്ടുണ്ട് ഈ നാട്ടിൽ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അയാൾ തന്നെ നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടും. അതുകൊണ്ട് അയാളുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യക്കൂടാതമ്മ. അയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണോ? സത്യമാണ്. അയാൾ എന്നെ കെട്ടുമെന്ന് ഉറപ്പാണോ? அவன் ரொம்ப நல்லவன், பச்சை குழந்தை மாதிரி, தங்கமான மனிதன், உங்களை ஜீவனை போல காதலிக்கிற ஆளு. கடவுள் விசாரிச்சால் போலும் அம்மாவுக்கு வேற கல்யாணம் நடக்காது. நீ அவரை கல்யாணம் கழிச்சுதான் ஆகணும். இல்லன்னா நான் இந்த காக்கால பணியை நிறுத்துவேன். வரட்டுமா? ദക്ഷിണ ഒന്നും വേണ്ടേ? அது உங்க கல்யாணத்துக்கு அப்புறம் நான் வந்து வாங்குறேன். ആട്ടെ, ഇതൊക്കെ പറയാൻ അയാൾ നിങ്ങൾക്ക് എത്ര കാശ് തന്നു? അയ്യോ, ഗുരുവായൂരപ്പ സത്യമായിട്ടും ചക്രപാണി ഒരു പൈസ എനിക്ക് തന്നില്ല. അയ്യോ, മീശ ആയിരിക്കുന്നു. അച്ഛാ, മണി 10 കഴിഞ്ഞല്ലോ, ഇതുവരെ സിനിമ താരത്തിയില്ലല്ലോ. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് രജനീകാന്ത് കൃത്യസമയത്ത് തന്നെ എത്തണമല്ലോ. സത്യം പറ, മിസ്റ്റർ രജനീകാന്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോന്നോ? ഇതെന്ത് ചോദ്യം? നമ്മളെ സിനിമയിൽ എപ്പോഴും കാണുന്നതല്ലേ. സിനിമയില്ല, എന്നിട്ടാണോ മിസ്റ്റർ രജനീകാന്ത് ഉദ്ഘാടനം ചെയ്യുന്ന താൻ മൈക്കിൽ കൂടെ പുളുത്തിയത്? സത്യം ഞാൻ പറയാം. കോടാമ്പക്കത്തെ സിനിമാ സ്റ്റുഡിയോയുടെ മുമ്പിൽ ആക്രി കച്ചവടം നടത്തുന്ന കുറവലങ്ങാട്ടുകാര കുഞ്ഞപ്പൻ എന്നൊരാളുണ്ട്. അവന്റെ സ്നേഹിതന്റെ അമ്മാവന്റെ മൂത്ത മരുമകന്റെ മകനാണ് കൊണ്ടുവരാൻ നേട്ടത്. വരാതിരിക്കില്ല. ഈശ്വര, അപ്പൊ അടി ഉറപ്പായി. ഓപ്പണിംഗും ക്ലോസിംഗ് ഇന്ന് തന്നെയാവോ മുതലാളി? ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജനീകാന്തിനെ ഞാൻ കൊണ്ടുവരുമായിരുന്നു. രജനീകാന്തിന്റെ വാൾപോസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്.
അത് കൊണ്ടുവരാൻ സമയമാകുമ്പോ ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യാൻ മുതലാളി, ഭൂലോക സുന്ദരിയെ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ രജനീകാന്ത് എത്തി. വാ. നമ്മുടെ പ്രിയങ്കരനായ സിനിമാ താരം രജനീകാന്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കാറിൽ നിന്ന് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ജനങ്ങളൊന്ന് മാറി നിൽക്കണം, എല്ലാവരും ഒതുങ്ങി കൊടുക്കണം. എല്ലാരും ഒന്ന് മാറിക്കൊടുക്കണം. அன்புடைய அரசுக்கு பெருமக்களே வணக்கம். முதல்ல யாராவது வீமில கை வச்சான் சின்ன கொடுத்தால் பல பேர்ல ஒண்ணு அடுப்பு. டே மாணிக்கோ, இது பாருக்கண்ணா, என்கிட்ட இருந்து 100 வளம் வாங்கினா 100 வளம் வாங்கின மாதிரி. ഇത് നമ്മുടെ വളക്കച്ചവടക്കാരൻ ഭാർഗവനല്ലേ? அமைதி அமைதி. പ്രശ്നവും പുറകേക്ക് മാറിക്കോ. എല്ലാവരും ഒന്ന് ശാന്തരാവണം. രജനീകാന്ത് ഷൂട്ടിങ്ങിന്റെ തിരക്കായത് കൊണ്ട് അദ്ദേഹം ജൂനിയർ രജനീകാന്തിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അഗതികളുടെ രജനീകാന്ത് എന്നാണ്. അതുകൊണ്ട് മിസ്റ്റർ അഗതികാന്താണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം, സംഭാവന തന്ന് സഹകരിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആരും ആക്രമാസക്തരാകരുത്, പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്റെ പൊന്നു പഞ്ചായത്ത് പ്രസിഡന്റ്, എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളോട് സമാധാനിപ്പിക്കും. പ്രിയമുള്ളവരെ, ഈ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് പിതാവെന്ന പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇത് നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ ഐസ്ക്രീം പാർലറാണ്. ഐസ്ക്രീം അല്ല, ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലമെന്റ് ആണ്. ഇതിനെ വിജയിപ്പിക്കണം. മാത്രമല്ല അടുത്ത ഇലക്ഷനിൽ എന്നെയും വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്. ഈ സ്നേഹപ്രകടനം ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മുടെ ഗ്രാമപിതാവിന്റെ തല കമ്പ്യൂട്ടർ കട്ടിംഗ് നടത്തിക്കൊണ്ട് ഭൂലോക സുന്ദരിയുടെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഇരിക്കണം സർ. മുടിയുടെ നീളം അരയിഞ്ച് കുറഞ്ഞാൽ മതിയോ? ധാരാളം. ഈ ഇലക്ട്രോണിക് ഹൈ പവർ ഹെയർ റിമൂവർ 1/2 മിനിറ്റ് നേരം തലയിൽ വെച്ചാൽ 1/2 ഇഞ്ച് നീളം കുറഞ്ഞു കിട്ടും. 1 മിനിറ്റ് നേരം വെച്ചാൽ 1 ഇഞ്ച് നീളം കുറയും. വല്ല ഷോക്ക് മടിക്കോടോ? ഇല്ല, ഇത് റഷ്യൻ കൊളാബറേഷൻ ആണ് സർ. ചെറിയൊരു തരിപ്പേ ഉണ്ടാവൂ, ഉറുമ്പ് നക്കുന്ന പോലെ. ഇത് വെച്ച് മുടി വെട്ടിയ പലരുടെ മനോരോഗങ്ങൾ മാറിയിട്ടുണ്ട്, ചിലർക്ക് വന്നിട്ടുണ്ട്. അയ്യോ, എങ്കിൽ ഞാൻ വൈസ് പ്രസിഡന്റിനെ പറഞ്ഞുകൂടാ? അയ്യോ, ഇങ്ങനെ പേടിച്ചാലോ സാർ? 1/2 മിനിറ്റ് അല്ലേ വേണ്ടു? ഈ തടിക്കഷ്ണം സാർ കടിച്ചു പിടിച്ചോളൂ. ഹൈ പവർ വെക്കാൻ പോവാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. ജപ്പാൻജി, കൊല്ലുന്നേ, എടാ അടിച്ചു പൊളിക്കടാ. ഉദ്ഘാടനം വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായി അല്ലേ? പാട്ടികളെ മുതലാളി,
ചക്രവാണി ചക്രവാണി എന്താ ഇത്? ആരും അടുത്ത് വരരുത്. ഇത് കളിയല്ല, സംഗതി സീരിയസ് ആണ്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, വരരുത്. ആരെങ്കിലും വന്നാൽ ഞാൻ ഈ വിഷം കഴിക്കും. ചക്രവാണി എന്താണത്? ഞാൻ എന്റെ സ്വന്തം ചെലവിൽ ആത്മഹത്യ ചെയ്യാൻ പോവാ. മരിച്ചു കഴിഞ്ഞാൽ പോലും എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒരു പൈസ പോലും മുടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആത്മഹത്യക്ക് മുമ്പ് തന്നെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ചക്രവാണി നീ അവിവേകൊന്നും കാണിക്കരുത്. ഭാസ്കരൻ വിഷമിക്കണ്ട. ഈ നാട്ടിലെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക സംഘടനയായ ചിന്താമണി ക്ലബിന്റെ പ്രസിഡന്റായ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു റീത്ത് വാങ്ങാനുള്ള കാശ് പോലും ക്ലബിന്റെ അക്കൗണ്ടിൽ ഇല്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് എന്റെ സ്വന്തം ചെലവിൽ ഞാൻ റീത്ത് വാങ്ങിച്ചത്. ഞാൻ മരിച്ചു കഴിയുമ്പോ എന്റെ കാൽക്കൽ നീ റീത്ത് വെക്കണം. പിന്നെ ആംബുലൻസിനകത്ത് 2 റീത്ത് എക്സ്ട്രാ ഉണ്ട്. അത് നിങ്ങൾ എന്റെ തലക്കലും വയ്ക്കണം. എന്താ ഇത്? പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്വന്തം അമ്മാവനല്ലെങ്കിലും ഞാൻ അമ്മാവ എന്ന് വിളിച്ച് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഗുണശേഖരൻ അമ്മാവ, എന്റെ എല്ലാ ദുഃഖങ്ങളിലും പ്രവർത്തനങ്ങളിലും പങ്കുകൊണ്ടിട്ടുള്ള ചിന്താമണി ക്ലബിലെ എന്റെ പ്രിയപ്പെട്ട അംഗങ്ങളെ, ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ടും ഇതൊന്നും അറിയാത്ത മട്ടിൽ ആരാന്റെ തല ചെരച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അച്ഛനെന്ന് പറയുന്ന പരോപകാരി പപ്പു അവർകളെ, ഇതെന്റെ അന്ത്യപ്രഭാഷണമാണ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ചക്രപാണി ദിവംഗതനാവുകയാണ്. BA-ക്ക് 8ാമത്തെ റാങ്കോടുകൂടി പാസ്സായ തൊഴിൽ രഹിതനായ എന്റെ ഈ ദുഃഖം ഈ നാടിന്റെ തന്നെ ദുഃഖമാണ്. ഒരു ജോലിക്ക് വേണ്ടി ഇത്രയും വർഷം തെണ്ടി നടന്ന എന്റെ നിരാശ ഈ നാട്ടിൽ അഭ്യസ്തവിദ്യരായ യുവജനങ്ങളുടെ നിരാശയാണ്. നാട്ടുകാർക്കൊക്കെ എന്റെ അച്ഛൻ ഒരു പരോപകാരിയാണെങ്കിലും എനിക്ക് എന്റെ അച്ഛൻ ഒരു പരമ ഉപദ്രവകാരിയാണ്. സ്വന്തം മകനെ ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗത്തിന് മാത്രമേ അയക്കൂവെന്ന് ശടിച്ചതുകൊണ്ട് സൂപ്പറായിട്ടും പ്യൂണായിട്ടും എനിക്ക് ലഭിച്ച പല അവസരങ്ങളും നഷ്ടമായി. എനിക്കിനി നല്ലൊരു ജോലി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. സ്വന്തം അച്ഛന്റെ തണലിൽ കഴിയുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വർഷത്തെ തൊഴിലില്ലായ്മ വേതനം കൊണ്ട് മരിക്കാനുള്ള ഈ വിഷവും ഈ പെട്ടിയൊക്കെ വാങ്ങി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഒന്നുകിൽ എന്റെ അച്ഛൻ ഈ ദുരഭിമാനം വെടിഞ്ഞ് ഞങ്ങളുടെ കുലത്തൊഴിലായ കട്ടിങ്ങും ഷേവിങ്ങും നടത്തി എന്നെ ജീവിക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ എന്നെ മരിക്കാൻ അനുവദിക്കണം. ഞാൻ 50 വരെ എണ്ണി തീരുന്നതിനകം അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാപനത്തിൽ എന്നെ ബാർബറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നില്ല എങ്കിൽ ഞാൻ ഈ വിഷം കഴിക്കും. 50 വരെ എന്ന് പറഞ്ഞ ഇത്തിരി നീണ്ടുപോയില്ലേ? 3 വരെ എന്നാ പറയാ ചക്രു? അല്ല, ആലോചിക്കാൻ സമയം തന്നില്ലെന്ന് പരാതി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് 50 വരെ എണ്ണുന്നത്. 1, 2, 3. ഒന്നുകിൽ 50 വരെ എണ്ണി തീർക്ക്, അല്ലെങ്കിൽ എന്റെ തലവേഗം വടിച്ചു തീർക്ക്. എടോ അടങ്ങടോ, ഇതെവിടം വരെ പോകുന്നു അറിയട്ടെ. 40, 41, 41, 42, 42, 44, 45, 46, 47. എടാ പപ്പു, നീ എന്താ കുന്തം വിഴിഞ്ഞു പോലെ നിൽക്കുന്നത്? അവൻ പറയുന്നതിനും കാര്യമില്ലേ? ഏത് തൊഴിലിനും അതിന്റേതായ ഒരു അന്തസ്സുണ്ട്. എടാ, ഒരു ബാർബറായി നല്ല അന്തസ്സായിട്ടല്ലേ ജീവിക്കുന്നത്. അവന്റെ ആഗ്രഹം അതാണെങ്കിൽ കുലത്തൊഴിൽ ചെയ്ത് അവന് ജീവിക്കട്ടെ. മച്ചമ്പി ഒന്നും പറയടാ, നീ വന്നേ, അവനെ രക്ഷിക്കാൻ നോക്ക്. പറയടാ, നിർത്തടാ. എടാ BA-ക്ക് 8ാമത്തെ റാങ്കിൽ പാസ്സായ നിനക്ക് ചിരക്കാനാ യോഗമെങ്കിൽ നാളെ മുതൽ നീ വന്ന് ചിരച്ചോടാവേ.